ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് തണുപ്പുള്ള സമയവും അതുപോലെ തന്നെ പകല് ടൈമിൽ നല്ല ചൂടുള്ള ടൈമാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയ പോലെ വരണ്ട് പോലെയാണ് നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കുന്നത്. എന്റെ സ്കിന്നൊക്കെ ഇപ്പോൾ ഓൾറെഡി അങ്ങനെയാണ്. കുറച്ച് നോർമലും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നത്തെ റെമഡി നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിന്നിലൊക്കെ ജസ്റ്റ് ഒന്ന് നഖം കൊണ്ടൊക്കെ പോരാൽ പോലും ഒരു വെള്ള കളർ വരയൊക്കെ വീഴുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി. നമ്മുടെ സ്കിൻ മുഖത്താണെങ്കിലും അങ്ങനെ വെള്ളത്തരികളൊക്കെ വരുന്നതും ഒക്കെ ഒഴിവാക്കി സ്കിന്ന് നല്ല ക്ലിയർ ആക്കാനും നല്ലൊരു ഗ്ലോ തരാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ പാക്കിന് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് മുൾട്ടാനി മിട്ടിയാണ്. 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് സ്കിന്നിന് എത്രത്തോളം വേണം നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഒരു പാക്ക് ആക്കി എടുക്കുന്നത്. ഓവർ ലൂസ് ആകാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ പാക്കിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഏകദേശം പാക്കൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നാടൻ മഞ്ഞപ്പൊടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് എന്ന് പറയുന്നത് എന്റെ ഫേസിലേക്ക് മാത്രമുള്ളതാണ്, ഫേസിലേക്കും നെക്കിലേക്കും മാത്രമുള്ളതാണ്. നിങ്ങൾ കയ്യിലോ ബോഡിയിലോ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരിക്കലും നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യരുത്. മേക്കപ്പ് ഒക്കെ വാഷ് ചെയ്ത് നല്ലോണം ഒന്ന് ഇതാക്കിയതിന് ശേഷം മാത്രം പാക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഫേസിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കരുത്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നോർമലായ രീതിയിൽ ഡ്രൈ ആവും. 10 മിനിറ്റ് ആണ് കറക്റ്റ് ടൈം. ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് സമയം കൂടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മാത്രം. അത്രയും തിക്കായിട്ട് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ 15 മിനിറ്റ് വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലേഡീസിന് സ്കിന്നിൽ ഉപയോഗിക്കുന്ന പാക്കുകളിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ ബേബി ഹെയർ ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ബേബി ഹെയർ ഒക്കെ പുതുതായിട്ട് ഉണ്ടാവുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഉള്ള ബേബി ഹെയർ ഒക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങും കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നതൊക്കെ മാക്സിമം കുറക്കാൻ ശ്രമിക്കും കേട്ടോ. കുറക്കാൻ സഹായിക്കും കേട്ടോ ഈ മുൾട്ടാനി മിട്ടിന്റെ പാക്ക് ഇടുമ്പോൾ. അതുപോലെ മഞ്ഞൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഡാർക്ക് മാർക്ക്, നമ്മൾ ഫേസിലുള്ള ഡാർക്ക് മാർക്കൊക്കെ നല്ലതുപോലെ തന്നെ നമ്മളെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം തിക്കായ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ല ലേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ചൊരു തിക്കായിട്ടുള്ള ഫോമിൽ തന്നെ ആക്കി കൊടുക്കുക. നെക്കിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നെക്കൊക്കെ വെയിൽ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. നമ്മുടെ ഫേസിലിടുന്ന മാസ്ക് എപ്പോഴും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. കാരണം സ്കിന്ന് വലിയ കേട്ടോ. എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. സ്കിന്ന് നല്ലതായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസിൽ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒട്ടും ഡ്രൈ ആയിട്ടില്ല, സ്കിന്ന് വലിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. എനിക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ വലിഞ്ഞതായിട്ട്. പിന്നെ ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഏത് മാസ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഓവർ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ സ്കിന്നിന് നല്ല പ്രശ്നം വരും. സ്കിന്ന് നല്ലോണം ഡ്രൈ ആവും, വലിയും. അങ്ങനെ സ്കിന്ന് പൊട്ടി പോവുക ചെയ്യും. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളത് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പൊ ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഫേസിൽ മാസ്ക് തുടക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ ഒരു പഴയ തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
തുണി വെറുതെ ഉപയോഗിക്കരുത്, ഇതുപോലെ നനച്ചിട്ട് വേണം നിങ്ങൾ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, മാസ്ക് ഒക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഫേസിലതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ രീതിയിലൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നോർമൽ വെള്ളത്തിൽ തന്നെയാണ് വാഷ് ചെയ്തിട്ടുള്ളത്. ആ വെള്ളം ഡ്രൈ ആക്കി കളഞ്ഞിട്ടില്ല കേട്ടോ. ആ ചെറിയ വെള്ളത്തോടെ ഫേസിലോ അല്ലെ നമ്മുടെ സ്കിന്നിലോ ഒക്കെ ഇത് അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഡ്രൈ ആക്കി, കോട്ടൺ ടവലോണ്ടൊന്നും ഡ്രൈ ആക്കി കളയാണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലോ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വെള്ളം നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഒരിക്കലും വെള്ളപ്പാടുകളോ ഒന്നും വീഴൂല കേട്ടോ, മാർക്കർ ഒന്നും വരൂല. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരിക്കലും ഡ്രൈ ആയ സ്കിന്ന് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.